ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കണിച്ചുള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു വെരി ഗുഡ് മോർണിംഗ് കേട്ടോ. നല്ല മഴയായിരുന്നു. ഒരു 2-3 ദിവസമായിട്ട് ഇപ്പോൾ അടുപ്പിച്ച് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോർണിംഗ് ആ ബേഡ്സിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു ക്ലിപ്പ് ഫ്രണ്ടിലിട്ടാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. മോർണിംഗിൽ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഈ സൗണ്ടൊക്കെ കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. കേൾക്കാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണേ. അപ്പോൾ നമ്മളിത് രാവിലെ ഇന്ന് 16ാമത്തെ ഡേ ആണ് നമ്മുടെ. അപ്പോൾ അത് ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ നീറ്റിട്ടുണ്ട്. അതേപോലെ തന്നെ എന്നും ഭഗവാന് വിളക്ക് വയ്ക്കുന്ന പോലെ വിളക്ക് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ സാറ്റർഡേ പെരുമാൾക്ക് വേണ്ടി വിളക്കിട്ടിട്ടുണ്ടായിരുന്നു, മാവിളക്കിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സാറ്റർഡേ നമുക്ക് പെരുമാളിന് വിളക്കിടണം കേട്ടോ. അപ്പോൾ സാധാരണ വിഷയമല്ല മാവിളക്ക് ഇടുന്നത്. അത് ഈ ആഴ്ച എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ആഴ്ച എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. അത് ചിലപ്പോൾ പാലില്ലാത്തത് കൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്താ വെച്ചാൽ 5:30ക്കാണ് ഞാൻ വിളക്ക് ഭഗവാന് മാവിളക്ക് ഇടാൻ വേണ്ടി പോണത്. ആ സമയത്ത് പാല് മേടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പശുപാൽ കറക്കുന്ന തന്നെ ഇവിടെ അടുത്ത് 6 മണിയാവും കേട്ടോ. അപ്പോൾ പാലില്ലാത്തത് കൊണ്ട് നെയ്യും ഞാൻ ലേശം ഒരു വെള്ളം ഒരു 2-3 സ്പൂൺ ഒഴിച്ചിട്ടാണ് മാവിളക്ക് പിടിച്ചത്. പക്ഷെ പാലില്ലാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അരമണിക്കൂർ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ പെരുമാളെ. ഞാൻ ഭഗവാനെ വിളിക്കാത്തതൊന്നുമില്ല. എനിക്ക് വിളക്ക് വെക്കാൻ പറ്റില്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ചു പോയിട്ടോ. അയ്യോ, ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇത്ര ഒരാഴ്ച ചെയ്യുമ്പോഴേക്കും അടുത്ത ആഴ്ച ഇങ്ങനെ ആയല്ലോ എന്നൊക്കെ വിചാരിച്ച് വളരെ വളരെ വിഷമിച്ചു. പിന്നെ ഭഗവാനെ വിളിച്ച് അങ്ങോട്ട് വിളക്കിട്ടു. പിന്നെ ലാസ്റ്റ് അത് വിളക്കായി വന്നു കേട്ടോ. അപ്പോൾ ചില്ലറ കാര്യമല്ല. നമ്മൾ സാധാരണ മാതിരി ഇതെന്താ അപ്പോൾ അത് മാവിൽ വിളക്കിടണമല്ലേ എന്നുള്ളതല്ല. ചെറിയൊരു കാര്യമല്ല മാവിളക്ക് ഇടുന്നത് കേട്ടോ. അത് ഇട്ട് നോക്കുമ്പോൾ തന്നെ അറിയുള്ളൂ. പ്രാർത്ഥനയോടുകൂടി ശുദ്ധമായി മനസ്സുരുകി പ്രാർത്ഥിച്ച് മാവ് ഉരുട്ടി പിടിച്ചാൽ മാത്രമേ നമുക്ക് വിളക്കാവുള്ളൂ കേട്ടോ. അല്ലാതെ നമുക്ക് വിളക്കാവില്ല. അങ്ങനെ ഞാൻ ബ്രഹ്മമുഹൂർത്തത്തിൽ ഇതേ വിളക്കൊക്കെ കൊളുത്തിയതിന് ശേഷം നമ്മൾ മാവിളക്ക് ഇടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ മാവിളക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത അതേപോലെ തന്നെ. പക്ഷേ എനിക്ക് പാല് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യം പാലൊഴിച്ചത് കൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. ഇപ്രാവശ്യം പാല് ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഇത്ര ബുദ്ധിമുട്ടാണ് എന്നെനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ പാൽ ഉപയോഗിച്ചിട്ട് തന്നെ എല്ലാവരും ചെയ്യുക കേട്ടോ. പാലില്ലാതെ ചെയ്യണ്ട, ഒരുപാട് ബുദ്ധിമുട്ട് കേട്ടോ. അരമണിക്കൂർ ഞാൻ കിടന്ന് പാട് വിട്ടിട്ടാണ് എനിക്കിതുപോലെ വിളക്ക് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് നെയ്യ്, പാല്, പഴം, ശർക്കര, അരിപ്പൊടി, പിന്നെ ഏലക്കയോ ചുക്കുപൊടിയോ അത് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പാലില്ലാത്തത് കൊണ്ട് 2 സ്പൂണ് വെള്ളം ഒഴിച്ചു കേട്ടോ. എന്താ വെച്ചാൽ തീരെ നമുക്ക് പിടിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇതുപോലെ പുട്ടുപൊടി പോലെ ഇങ്ങനെ വെതറി കിടക്കുക. അപ്പോൾ ഒരു പിടുത്തം കിട്ടണ്ടേന്ന് പറഞ്ഞിട്ട് ശകലം നിങ്ങൾ കാണുന്ന ഈ വെള്ളം മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ടൊന്ന് പിടിച്ചപ്പോഴാണ് ഒന്ന് പിടിച്ചും കിട്ടിയത്. പക്ഷേ എന്നിട്ടും ആ വിളക്കിൻ്റെ ഒരു ആകൃതി കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, ഈശ്വരാ എനിക്ക് എന്താ വിളക്കിടാൻ പറ്റാത്തതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചു കേട്ടോ. ഇപ്രാവശ്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെറുതെ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ വിളക്ക് റെഡിയാക്കി. പക്ഷേ ഇതുണ്ടോ, നിങ്ങൾ കാണുന്നില്ലേ, ഇതുപോലെ പൊട്ടി വരികയായിരുന്നു. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് വിളക്ക് റെഡിയാക്കിയത് കേട്ടോ. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഇതുപോലെ ഭംഗിയുള്ളൊരു വിളക്കാക്കി തീർത്തു. ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചത് കൊണ്ടായിരിക്കാം ഇതുപോലെ ആക്കി തന്നത് കേട്ടോ വിളക്ക്. അപ്പോൾ ഞാനിത് സന്തോഷമായി. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിൽ കുറച്ച് ഭംഗി കൂടിയെന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പെരുമാളിനെ വിചാരിച്ചിട്ട് വിളക്കിടുകയാണ്. അപ്പോൾ നിങ്ങളുടെ കഷ്ടങ്ങളും കടങ്ങളും ദുരിതങ്ങളും അസുഖങ്ങളും എല്ലാം മാറാൻ നമുക്ക് മാവിളക്ക് ഇടുന്നത് നല്ലതാണ് കേട്ടോ, പെരുമാൾക്ക് വേണ്ടിയിട്ട്. അതേപോലെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ വിചാരിച്ച കാര്യം നടക്കാൻ വേണ്ടി 7 ആഴ്ച ഇല്ലെങ്കിൽ 11 ആഴ്ച, അങ്ങനെ നിങ്ങൾക്ക് എത്ര ആഴ്ച നമുക്ക് പെരുമാൾക്ക് മാവിളക്ക് ഇടാൻ പറ്റുമോ അത്രയും നമുക്ക് മാവിളക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഈ മാവിളക്ക് ഭഗവാൻ എന്തുകൊണ്ടാണ് സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പാവപ്പെട്ടവനായാലും ഈ മാവിളക്ക് നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് മാവിളക്ക് എന്ന് തന്നെ പറയുന്നത്. അത്രയും എന്താ വെച്ചാൽ പാവപ്പെട്ടവനായാലെങ്കിലും ഒരു പിടി മാവ് നമുക്ക് വാങ്ങിയിട്ട് ഒരു വിളക്കിടാനുള്ള പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ മാവിളക്ക് ഇടുന്നതിൻ്റെ ഒരു ഐതിഹ്യം. ഇന്ന് ഞാൻ പറഞ്ഞേ കേട്ടത്. എന്തെങ്കിലും എന്താ പറയുക തെറ്റുണ്ടെങ്കിൽ പൊറുക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാവിളക്കൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ അതിന് ശേഷം കുറച്ച് നേരം ഇരുന്നു, സ്കന്ദഷഷ്ടിയൊക്കെ വായിച്ചു. പിന്നെ ഒരു കോഫിയൊക്കെ കുടിച്ചു. ഇന്ന് കോഫിയാണ് കേട്ടോ കുടിച്ചത്, ചായയല്ല. അപ്പോൾ നന്ദു ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അവന് വയ്യ. അപ്പോൾ കണ്ണൻകുട്ടി പല്ലൊക്കെ തേക്കാൻ വേണ്ടി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അവൻ്റെ ഡ്യൂട്ടിയാണ് പല്ല് തേക്കൽ കേട്ടോ. അപ്പോൾ ബ്രഷും പേസ്റ്റൊക്കെ എടുത്തിട്ട് അവൻ ഉമ്മർത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ഇട്ട് തരുന്നത് എല്ലാവർക്കും ടാറ്റാ ബൈ.